ഇതൊക്കെ കാലം കൊണ്ടടിക്കുന്ന പറ്റുമോ? എന്നോട് അമ്മ ഇതല്ലേ ബ്രേസ്ലെറ്റ്? അന്തരിച്ച വർഷം ഏതാ നോക്കാം. ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ എണീറ്റ് കേട്ടോ. നാളെ കർക്കിടക ഭാവമായതുകൊണ്ട് ബലിയും കാര്യമൊക്കെ ഇടേണ്ടതുകൊണ്ട് ഇന്ന് രാവിലെ എണീറ്റ് കുളിച്ചു, ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതാ. കുഞ്ഞെല്ലാം കുളിച്ചു സ്കൂളിൽ SPCന്റെ യൂണിഫോം. ഒരാളുണ്ട് ഭക്ഷണം കഴിക്കുന്നത്, അയാളെ കഴിച്ചു കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ അവനെ കാണിച്ചു തരാം. ചിലപ്പോ ഇന്നലെ ഷോർട്സിൽ എല്ലാരും കണ്ടിട്ടുണ്ടാവും. ചെറുതായിട്ട് അതുകൂടിയൊക്കെ ഒന്ന് പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നുമില്ല, കഴിഞ്ഞ ദിവസം കളിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ടർഫ് കളിക്കാൻ പോയി. എന്താ പറഞ്ഞോളൂ, ബോള് തൊടാൻ ഓടിയതാ, വീണെടുത്ത്. അങ്ങനെ കാര്യമായിട്ട് പരിക്കൊന്നുമില്ല, ചെറിയൊരു സ്ക്രാച്ചേ ഉള്ളൂ. അത് പിന്നെ എന്തായാലും കുട്ടികളാന്നേരം ഇളകുകയൊക്കെ ചെയ്യുമല്ലോ, അതുകൊണ്ടാണ് ആ ചെറിയ പ്ലാസ്റ്റർ ഇട്ടത്. പ്ലാസ്റ്റർ അല്ല, ഏകദേശം ഒരാഴ്ചന്റെ അടുത്തായി. അതിനിപ്പോ ഒരാഴ്ച കൂടി ഇട്ടിട്ട് അങ്ങ് ഊരിക്കളയാം. അത് ഊരിയിട്ട് കുളിക്കുകയും ബാത്റൂം പോകാനൊന്നും കുഴപ്പമില്ല. ചെറിയൊരു സ്ക്രാച്ചേ ഉള്ളൂ. ശ്രദ്ധിച്ചില്ല പിന്നെ അത് വെറുതെ. അതെ, സാധാരണ ഇക്കയ്ക്കുള്ളതായിരുന്നു അതൊക്കെ. ഇവന്റെ ഫുള്ള് ഇടക്കിടെ കൊടിയലും കാര്യമൊക്കെ ഉള്ളതാ. അപ്പം ഇന്നിനിപ്പം നമ്മള് നോൽമ്പ് വ്രതം എന്ന് പറയാൻ പറ്റൂല, ഒരു നേരത്തെ അരി ഭക്ഷണ കഴിക്കലല്ലേ. അപ്പൊ എന്താ പൂരി ഉണ്ടാക്കിയ നമുക്ക് സിധുവിനെ കാണാവാ. അപ്പൊ കുഞ്ഞു പോവുകയാണേ, സ്പെഷ്യൽ ക്ലാസ് മറ്റേ കൊറേ ബ്രേസ്ലെറ്റിന് പറയുന്നത്. നേരെ ഞാൻ വിചാരിച്ചു ഏതായാലും കുറച്ച് നല്ല വലിപ്പത്തിലായിക്കോട്ടെ. സാ എന്നോട് ചോദിക്കാം, അമ്മ ഇതല്ലേ ബ്രേസ്ലെറ്റ്? നല്ലാളെ കാണിച്ചാണ്. അപ്പൊ ആദ്യത്തെ ദിവസം കളിച്ചിട്ട് തട്ടിയ ദിവസം തന്നെ ഇവിടെ വന്നേരം പറഞ്ഞ് ഇങ്ങനെ പാട് പോയിന്ന് തോന്നുന്നൊക്കെ പറഞ്ഞേ. ഇവിടുന്ന് എന്നിട്ട് ഇവിടെ ഓയിൻമെന്റ് വരട്ടി ചൂട് പിടിച്ച്, എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചെറിയ സ്ക്രാച്ച് അങ്ങനൊന്നും ഇല്ല, കാണാനും ഇല്ല, നീരൊന്നും ഇല്ലായിരുന്നു. ഒന്നുമില്ല, ഒരു സംഭവം. ഇവിടെ വേദന എന്ന് പറയുന്നത് നീരും വേദനയൊന്നും ഇല്ലാത്ത കാണാത്തതിനെ കൊണ്ട് ഞങ്ങൾ വിചാരിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിറ്റേന്നും അങ്ങനെ തന്നെ വേദന എന്ന് പറഞ്ഞ് അപ്പം പിന്നെ ചെയ്തായിട്ടൊന്ന് കാണിച്ചറിയാന്ന്. ഇപ്പൊ കാണിച്ചിട്ട് ഇങ്ങനെ കുത്തിയാണല്ലോ, അപ്പൊ ചെറിയൊരു സ്ക്രാച്ച്. കുഴപ്പമൊന്നുമില്ലല്ലേ? ഇത് ഊരിയിട്ട് കുളിക്കാനും ബാത്റൂമിലും ഒക്കെ തന്നെ പോലെ ഉണ്ട്. ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഊരിയൊക്കെ ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ എക്സാം അല്ലേ, സ്കൂളൊന്നും പോകാണ്ട് ഇരുന്നിട്ട് വലിയ കാര്യമില്ലല്ലോ. ഇങ്ങനെയാണുള്ളത്. സിദ്ധു ഒന്നും പറയാനില്ല. ഇനിയിപ്പോ എന്തൊക്കെയാ ഓണത്തിന്റെ ഡ്രസ് കോഡ്, അതൊക്കെ ഇപ്പോഴത്തെ ചിന്ത. പരീക്ഷ നല്ല ചിന്ത. ഇങ്ങനെയൊക്കെ അതിനെ പറ്റിയുള്ള ചർച്ചയാ. ഇത് കളറായിട്ട് മോന്റെ ഓട്ടോറിക്ഷ വരുന്ന അല്ല. അപ്പൊ ഇപ്പൊ സിദ്ധുവും പോവാനായി. അപ്പൊ ഇയാള് ചായ കുടിക്കട്ടെ. ഇതാണ് നമ്മളെ ചായ. ഐശ്വര്യം കളമ്പേതായാലും പൂരിക്ക് പല പല ഷേപ്പാ. ഏതാ ഞാൻ ചുട്ട പൂരിയാ. വ്രതം എടുത്തതിനെ കൊണ്ട് തന്നെ രാവിലെ കുളി കഴിഞ്ഞതിനെ കൊണ്ട് ഒരു 3/4 ഭാഗം പണി കഴിഞ്ഞ പോലെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കും ഇവരെ കൂടെ തന്നെ ഇരുന്ന് ഒരുമിച്ച് ചായ കുടിക്കാനായി. ഇനി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പം സൈഷേറിൻ്റെ ചോറെടുത്തേക്കുന്ന പരിപാടി കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ദേശീയ ഭക്ഷണമായ മോരുകറി കേട്ടോ. എല്ലാവരും വിചാരിക്കും വീഡിയോ കാണുന്ന അന്ന് മുതൽ കാണുന്നതാണ് മോരുകറി എന്ന്. പക്ഷേ ഇവിടെ മോരുകറി എല്ലാവർക്കും ഇഷ്ടമാണോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തൈരിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, ആ പുളി, ആ സംഭവം ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് മോരുകറി ഉണ്ടാക്കുന്ന കേട്ടോ എപ്പോഴും. പിന്നെയെന്ന് വെച്ചാൽ ഇന്നിപ്പം വ്രതമാണല്ലോ, അതുകൊണ്ട് പിന്നെ അത് വേഗത്തിൽ കഴിയുകയും ചെയ്യും. ഇളവൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു, അങ്ങനെ ഇളവനിട്ട മോര് കറി ആട്ടോ ഇന്ന് ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോവയ്ക്കേൻ്റെ ഉപ്പേരി. സത്യത്തിൽ രണ്ടും വലിയ കോമ്പിനേഷനൊന്നും ഇല്ല, പക്ഷേ രക്ഷയില്ല. ഇല്ലെങ്കിൽ ഇതിന് കൂടെ ഒരു മുട്ട പൊരിച്ചതോ എന്തെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ ഒരു രക്ഷയില്ലാത്തതിനെ കൊണ്ട് ഇതിലങ്ങോട്ട് നമ്മൾ തൃപ്തിപ്പെടുക. അതിനുശേഷം സൈശേട്ടൻ പോയി. പിന്നെ നമ്മൾ കുറേ വീഡിയോ പിന്നെ ഒന്നും എടുക്കാനുണ്ടാവില്ല, കാരണം ഞാൻ മാത്രം ഉണ്ടാകുന്ന
ഞാൻ മാത്രമുള്ളപ്പം വേറെ എന്ത് വീഡിയോ എടുക്കാനല്ലേ എന്നാട്ടോ നേരത്തെ വോയിസ് കേട്ടത്. അത് വോയിസ് അങ്ങ് കട്ടായി പോയതാട്ടോ. പിന്നെ അതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ ഞാൻ വേഗം വിളക്കൊക്കെ ഒന്ന് കഴുകിയേ. എന്താ പറയുക, കർക്കിടക വാവൊക്കെയല്ലേ, അല്ലെങ്കിലും ഞാൻ ഒന്നരാടൻ ഇപ്പം കഴുകലുണ്ട്. 2-3 ദിവസം കൂടുമ്പം കഴുകുമ്പോഴാണ് ഇത് കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പം സ്ഥിരം കഴുകി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല. എൻ്റെ പുതിയ തട്ടായിരുന്നു, പക്ഷേ എന്തോ ഇതിൻ്റെ ചൂടുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു കറുത്ത കലയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല റിന്നിൻ്റെ കട്ട ഇട്ടിട്ട് കഴുകിയാൽ നല്ല അടിപൊളിയിട്ട് പളപളാ തിളങ്ങുന്നൊക്കെയാണ് നമ്മളെ കൊയിലാണ്ടിയിൽ ഞാൻ പോയപ്പം പറഞ്ഞത് ഷോപ്പിൽ നിന്ന്. കാരണം ഞാൻ ഈ വിളക്കിൻ്റെ കളറിന് എനിക്കൊരു തൃപ്തി തോന്നായിട്ട് ഞാൻ മാറ്റാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പറയുമ്പം 1 കൊല്ലം കൂടി ആയിട്ടില്ല ഈ വിളക്ക് മാറ്റിയിട്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ പറഞ്ഞു, ഈ വിളക്കിന് ഒരു കുഴപ്പമില്ല മോളെ, നല്ലതാണ്, ഈ റിന്നിട്ടൊന്ന് കഴുകി വെക്കുന്നു കേട്ടോ. പറഞ്ഞു എന്നല്ലാതെ ഞാൻ വാങ്ങിയിട്ടില്ല. ഇപ്പോഴും ഇവിടെയുള്ള സോപ്പും പൊടി ഇട്ടിട്ടാണ് ഇവിടെ ഞാൻ കഴുകിയത്. പക്ഷേ ഡെയിലി കഴുകുന്നതിനെ കൊണ്ട് നന്നായി വരുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം സതീഷേട്ടൻ വന്നപ്പോൾ ഞാൻ ടൗണിലോട്ട് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അതേപോലെ തന്നെ ഡ്രൈ ക്ലീൻ ചെയ്യാനൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്ത് പിന്നെ അതിന് ശേഷം കുഞ്ഞുവിനും സിദ്ധുവിനും 2 ട്രൗസർ വാങ്ങാമെന്ന് വിചാരിച്ച് അവിടെ ഒന്ന് കയറി. അപ്പം കുറച്ച് ടീഷർട്ടൊക്കെ കണ്ടപ്പോൾ അതൊക്കെ നോക്കിയിട്ടോ. അങ്ങനെ ഒരു 7:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങളിതാ വീട്ടിലെത്തി. വീട്ടിലെത്തുമ്പം ഇതാ പഠിക്കുകയാണ് നമ്മളെ മക്കൾ കേട്ടോ. സിദ്ധു ഇതാ ഇവിടെ സൈഡിലിരുന്ന് പഠിക്കുന്നുണ്ട്, കുഞ്ഞു അപ്പുറത്തൊന്നും. ഇതിപ്പോൾ എങ്ങോട്ടേക്കാണ് നോക്കുന്നതെന്നറിയോ? അമ്മ എന്താ കവറിൽ കൊണ്ടുപോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഉണ്ട ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടേ. അത് എവിടെ പോയാലും ഉണ്ടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയുന്നതിനെ കൊണ്ട് ഞാൻ എപ്പോഴും വാങ്ങി. പിന്നെ ഇതാട്ടോ ട്രൗസർ, 2 കയ്യിൽ അങ്ങോട്ട് പിടിച്ച്. കാരണം ആര് കഷ്ടപ്പെടുന്നത് വെച്ചാൽ എടുത്തോട്ടേന്ന് വിചാരിച്ചാൽ ഇവിടെ എന്ത് സാധനം കൊണ്ടുവരുമ്പോൾ അത് ഒന്ന് വീതിക്കാൻ ഒരാൾ വേണം കേട്ടോ. ഇതാണോ അതാണോ നോക്കാം. അങ്ങനെ മറ്റവന് ആ ക്രീം കളറും സിദ്ധുവിന് ഈ പച്ച കേട്ടോ. പക്ഷേ പച്ച വലിങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്ക് ആ ക്രീം മതി എന്ന് മറ്റേ കുഞ്ഞു ആദ്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇനി വേറൊന്നും പറയാനില്ല. അതിനെ കൊണ്ട് ഓക്കെ ഇന്ന് സമ്മതിച്ചു എന്നുള്ളൂ. പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ പച്ച ട്രൗസർ നോക്കട്ടോ. പിന്നെ അവനെ ഞാൻ വേഗം സമാധാനിപ്പിച്ച്. അങ്ങനെ അതിന് ശേഷം ഉണ്ടയൊക്കെ കഴിച്ചതിന് ഇനിയിപ്പോൾ ചോറ് തിന്നണേ. ചോറ് എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ വ്രതമാണല്ലോ, അതുകൊണ്ട് തന്നെ മക്കൾ ചോറ് കഴിക്കും. ഞാനും സതീഷേട്ടനും രാത്രി ഒരിക്കൽ ഊണായതിനെ കൊണ്ട് തന്നെ ചോറ് കഴിക്കില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടാമത് എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ. അതിൻ്റെ മുന്നേ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓരോന്ന് എടുത്ത് വെക്കുക. ഇതിപ്പം ഇന്നല്ല നാളെ സ്കൂളില്ലല്ലോ. അപ്പം അവർക്ക് കുറച്ച് ബേക്കറി സാധനവും വാങ്ങിയിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ട സാധനം ഈ കടല ഉണ്ട ഈ സാധനങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കടലേൻ്റെ പാത്രം തപ്പിയെടുക്കുന്ന തിരക്കാണ്. മസാലക്കടലയാണ് കേട്ടോ വാങ്ങിയത്. അങ്ങനെ ആ കടലയൊക്കെ കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ എനിക്ക് രാത്രിത്തേക്ക് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ വരുന്ന സമയത്ത് അവിടുന്ന് ചോളം വാങ്ങിയിട്ടുണ്ടായിരുന്നേ, പുട്ടുപൊടി, ചോളത്തിൻ്റെ പുട്ടുപൊടി, കമ്പച്ചോളമെന്നോ അങ്ങനെ എന്തോന്ന് അതിൻ്റെ മുകളിൽ പേര് കണ്ടത്. എനിക്ക് ഈ സംഭവം എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഞാനിട്ട് ഇതുവരെ കഴിച്ചിട്ടുമില്ല. പക്ഷേ ഞാനത് വാങ്ങി നാളെ സൈഡിടം പറയുമ്പോൾ എന്തായാലും പഴവും വാങ്ങി പപ്പടവും വാങ്ങി അത് രാത്രിയാക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പം നല്ല സുഖമുണ്ട് കേട്ടോ. കഴിക്കാനും രസമുണ്ട്, ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ നമ്മൾ അരിപ്പൊടി റവ അങ്ങനെയൊക്കെ കുഴയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിൽ അങ്ങോട്ട് കുഴച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി പുട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ പപ്പടവും കാച്ചുന്നുണ്ട്. മക്കൾക്കും വേണം, ഞങ്ങൾക്ക് പുട്ടിനും വേണം കേട്ടോ. പുട്ടിന് വേറെ കറിയൊന്നുമില്ലേ. അപ്പം മോര് കറിയും കൂട്ടി എങ്ങനെയാണ് വിട്ടുന്ന. പക്ഷേ വ്രതമാണല്ലോ, അപ്പം നമുക്ക് അതൊക്കെ നമ്മൾ സഹിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഇനിയിപ്പോൾ എന്ത് ഉണ്ടാക്കുമെന്ന് വെച്ചാൽ മടിയാണ്, അതാണ് കാര്യമായിട്ട്. അങ്ങനെ ഇനിയിപ്പം ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഇതെന്താ പറയുന്നതെന്നറിയോ, കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അടുക്കളയിലേക്ക് വരിക, ഒന്ന് ഇപ്പുറത്തേക്ക് വരിക, ഒന്ന് അപ്പുറത്തേക്ക് വരിക. അത് ഒരു ശീലമാണ് കേട്ടോ. അതിന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയാൽ എന്നോട് എന്തൊക്കെയോ പറയുക. In the shade of whispering pine and drank from a spring. By late afternoon, they were directly above me. Where almost അപ്പം പിന്നെ എന്തായാലും ഭക്ഷണം കഴിച്ചോട്ട് വെച്ചിട്ട് ഞാൻ പിന്നെ വേഗം പപ്പടം കാച്ചാൻ നിന്നേ. പപ്പടം കാച്ചി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് അങ്ങ് ഭക്ഷണം കഴിക്കും. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് മേല് കഴുകണം. പിന്നെ കുഞ്ഞുവിന് ഇപ്പം അത്യാവശ്യം പഠിക്കാനുണ്ട്. കാരണം 8ാം ക്ലാസ്സിൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് 3ഉം ഒരു എക്സാമാണ്. അതൊരു സമാധാനം. അടുത്ത മാസം കൊല്ലം തൊട്ട് ഒരു പക്ഷേ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സെപ്പറേറ്റ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് പഠിക്കാം, ഓനെ കുറച്ച് അത്യാവശ്യം പഠിക്കാനുണ്ട്. അങ്ങനെ ഞാൻ വേഗം പപ്പടം കാച്ചി മേല് കഴുകി വന്നതിന് ശേഷം പുട്ട് ചൂടാന്ന് വിചാരിച്ച്. കാരണം ചൂടോടെ കഴിക്കാമല്ലോ, ഇല്ലേ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല കട്ടിയായി പോയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നല്ല രസമുണ്ട് കേട്ടോ. പുട്ടിന് ഇങ്ങനെ ആക്കിയിട്ട് പുട്ടുണ്ടായിരുന്നു. മക്കൾക്ക് കടല ഇങ്ങനെ എന്താ പറയുക, വരട്ടി എടുത്ത കടല ഉണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു, കറി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് പഴം, പുട്ട്, പപ്പടം.
അതിൻ്റെ കൂടെ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ പുറത്തുനിന്നൊന്നും കുടിക്കാൻ പറ്റാത്തതിനെ കൊണ്ട് വൈകുന്നേരം ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നേ. അതുകൊണ്ട് ഒരു ചായയും കൂടെ കാച്ചി ഈ പുട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. മഞ്ഞ കളറിലെ പുട്ടാട്ടോ. ഇപ്പം ഞാനിങ്ങനെ വിചാരിക്കുക, ശരിക്കും ഇതൊക്കെ മതി കേട്ടോ രാത്രി ശരിക്കും കഴിക്കാൻ. ഞാൻ വിചാരിച്ചിതൊന്നും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. എല്ലാവരും പറയും ചോളത്തിൻ്റെ പുട്ടൊക്കെ നല്ലതാണ്. പക്ഷേ ഞാൻ ഇന്ന് വരെ കഴിക്കാത്തതിനെ കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് അറിയാത്തതിനെ കൊണ്ട് തന്നെ ഞാനിത് വാങ്ങാൻ നിൽക്കലില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇതാ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. സജീഷേറിനൊരു പക്ഷേ നല്ലോണം തൃപ്തിയാവുമൊന്നുമില്ല. പക്ഷേ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഞാനതുകൊണ്ട് കഴിച്ച് നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇനി നാളെ രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കണം. കാരണം നമുക്ക് ഉരുപുണ്യകാവിൽ പോയിട്ട് ബലി ഇടാനുള്ളതാണ്. 4 മണിയാകുമ്പോഴത്തേക്ക് എത്തിയാലേ കുറച്ചെങ്കിലും തിരക്കൊയ്യുള്ളൂ. അതുകൊണ്ട് വേഗം ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കിടക്കാൻ നോക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.